സ്പോട്ട് ലൈവ് തുടരുന്നു. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ADGP MR അജിത്കുമാറിന്റെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കും. അതേസമയം ADGP MR അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തു. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ PV അൻവർ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, PV അൻവർ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും, അതായത് വീടുമായി ബന്ധപ്പെട്ട കവടിയാറിലെ കൊട്ടാര സദൃശമായ വീട്, മറ്റ് സ്വത്ത് സമ്പാദനം, മറ്റ് പല കേസുകളിലും പ്രമാദമായ കേസുകൾ അട്ടിമറിച്ചു തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ MR അജിത്കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നല്ലോ. ഇക്കാര്യങ്ങൾ മാത്രമായിരിക്കുമോ ഈ അന്വേഷണ സംഘം ADGP MR അജിത്കുമാറിൽ നിന്നും ചോദിച്ചറിയുക? ഈ അന്വേഷണ സംഘം ആരൊക്കെയാണ് ഇപ്പോൾ ഈ അജിത്കുമാറിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്? ടോം, പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ നടക്കുന്നത്. 11:15 MR അജിത്കുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. തുടർന്ന് DGPയുടെ ചേംബറിലാണ് ഈ മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. IG സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ DGPയെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ ചേംബറിലുണ്ട്. ഈ മൊഴിയെടുക്കൽ നടപടികൾ ദൃശ്യവൽക്കരിക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് രേഖയായി സൂക്ഷിക്കാൻ തന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും MR അജിത്കുമാറിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കാരണം നിയമപരമായ പല കാര്യങ്ങളും അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സ്ഥിതി എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അത് സംബന്ധിച്ച് PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ, കൊലപാതകം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ആളുകളെ സഹായിച്ചു, സ്വർണം പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം, അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിൽ ഒരു രാജകൊട്ടാരം പോലെ ഭവന നിർമ്മാണം നടത്തുന്നു, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ PV അൻവർ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ സർക്കാരിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അത് നേരത്തെ വന്ന ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയിൽ തന്നെ തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. CPI അടക്കം ഘടകകക്ഷികൾ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തുണ്ട്. PV അൻവറും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അത് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റേതായി ആഭ്യന്തര വകുപ്പിലേക്ക് വരികയും അത് മുഖ്യമന്ത്രി കാണുന്നത് P ശശി തടഞ്ഞു എന്ന മറ്റൊരു ആരോപണം കൂടി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് അജിത് കുമാർ, P ശശി അങ്ങനെ ഒരു നെക്സസ് പ്രവർത്തിക്കുകയും മുഖ്യമന്ത്രി അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവിടെയാണ് ഈ മൊഴിയെടുപ്പിന് പ്രസക്തിയേറുന്നത്. മാത്രമല്ല RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ വലിയ വിമർശനം ഉയരുമ്പോഴും MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ കാര്യം കൂടി പരിശോധിക്കും, DGPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഈ കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് ഘടകകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് നൽകിയത്. എങ്കിലും അജിത്കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മുൻ നിലപാട് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സെൻകുമാറിന്റെ RSS ബന്ധത്തെ വലിയ തോതിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി. അതേ മുഖ്യമന്ത്രി തന്റെ കീഴിൽ പോലീസ് സേനയിലെ രണ്ടാമൻ, ലോ ആൻഡ് ഓർഡർ ADGP, ക്രമസമാധാന ചുമതലയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ RSS നേതാക്കളെ കണ്ടതിൽ അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്ന ഇടത്താണ് ഒരു ശ്രദ്ധേയമായ കാര്യമായി തോന്നുന്നത്. മാത്രമല്ല അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചകൾ അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തു. ദത്താത്രേയെ കാണുന്നത് 2023 മെയ് 22 തൃശൂരിലായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ 2 തൊട്ട് അടുത്ത മാസമാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് കോവളത്ത് രണ്ടാമതൊരു RSS നേതാവിനെ കൂടി കാണുന്നത്. ഈ തരത്തിൽ കൂടിക്കാഴ്ചകൾ എന്തിന് എന്ന സംശയം ബാക്കിയാവുന്നു. ഇതാണ് CPI ഉൾപ്പെടെയുള്ളവർ സംശയമായി ഉന്നയിക്കുന്നത്. കോവളത്ത് കണ്ടത് റാം മാധവിനെയാണ്. അങ്ങനെ രണ്ട് RSS നേതാക്കളെ അടുത്തടുത്ത് കാണുമ്പോൾ
എം ആർ അജിത് കുമാറിനോടൊപ്പം ചില ബിസിനസ് പ്രമുഖരും ഉണ്ടായിരുന്നു, ബിസിനസ്സുകാരായ ചില ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ബന്ധങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ ഇവർക്ക് CPM-ൽ അടുപ്പമുള്ള ആളുകളുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇനി സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. കോവളത്തെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം ഇനി ഇതിൽ ആവശ്യമുണ്ട്. DGP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ പോകുന്നുണ്ട്. DGP-യെ സംബന്ധിച്ചും അദ്ദേഹം നേരത്തെ ചില അനിഷ്ടമുണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം ADGP-യുടെ ഭാഗത്തു നിന്ന് ചില ഉത്തരവുകൾ പുറത്തിറക്കിയത്, ചില സർക്കുലറുകൾ പുറത്തിറക്കിയത്, ഇതെല്ലാം തന്നെ പിന്നീട് പോലീസ് ആസ്ഥാനം തിരുത്തേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ഉത്തരവുകളിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ DGP ചമഞ്ഞു എന്നത് തന്നെയാണ് പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അങ്ങനെ പല രീതിയിലുള്ള അട്ടിമറികളും ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന ആക്ഷേപമുണ്ട്. വിനോദ്, ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ തുടരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ടും മറ്റു തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ MR അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയില്ല എന്നൊക്കെ രീതിയിലുള്ള പല ആക്ഷേപങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പൂഴ്ത്തുന്ന രീതിയിൽ, അട്ടിമറിക്കുന്ന രീതിയിൽ ഇടപെട്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. നിലവിൽ ഈ MR അജിത് കുമാറിനെതിരായിട്ടുള്ള കേസില്, പരാതിയിൽ, ആക്ഷേപത്തില് ആരുടെയൊക്കെ മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? നേരത്തെ PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, MR അജിത് കുമാറിന്റെ ഉണ്ട്. ഇനി ഈ പട്ടികയിൽ, ഈ മൊഴിയെടുക്കുന്ന പട്ടികയിൽ മറ്റാരൊക്കെയാണുള്ളത്? ടോം, ഇതിൽ രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട്. അതായത് PV അൻവറും പരാതി നൽകിയിട്ടുണ്ട്, MR അജിത് കുമാറും പരാതി നൽകിയിട്ടുണ്ട്. MR അജിത് കുമാർ നൽകിയിരിക്കുന്ന പരാതി തനിക്കെതിരെയുള്ള ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ് MR അജിത് കുമാർ പറയുന്നത്. PV അൻവർ ആകട്ടെ കൃത്യമായി കാര്യങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ PV അൻവറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ആ തരത്തിലുള്ള നടപടികളുമായാണ് ഇപ്പോൾ DGP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ MR അജിത് കുമാറിനെതിരെയുള്ള പരാതി PV അൻവർ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സമയത്ത് വന്ന വിവരങ്ങൾ, അൻവറിനെ ഒന്ന് അടക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അന്വേഷണം പ്രഖ്യാപിക്കുന്നു, എന്നാൽ കൂടുതൽ പരസ്യ പ്രസ്താവനകളിലേക്കോ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രസ്താവനയോ നടത്തേണ്ടതില്ല എന്ന തരത്തിൽ ഒരു നിർദ്ദേശം അതുതന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നത്. ഏതായിരുന്നാലും PV അൻവർ അതിനുശേഷം ഒന്ന് മയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റമില്ല. മയപ്പെട്ടത് അദ്ദേഹം ഒരുപക്ഷെ തുറന്നു പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അതുവരെ വന്ന ശൈലി ഒന്ന് ഒഴിവാക്കി എന്നത് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഒരിക്കൽ കൂടി P ശശിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം അതുതന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുത്ത പരാതിയിലോ പാർട്ടി സെക്രട്ടറിക്കോ നൽകിയ പരാതിയിലോ P ശശിയുടെ പേര് പറഞ്ഞിരുന്നില്ല. എന്നാൽ P ശശിക്കെതിരെ പേരെഴുതി തന്നെ പരാതി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായിരുന്നാലും വീണ്ടും P ശശിയിലേക്ക് PV അൻവർ എത്തുന്നു. അവിടെയാണ് അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിൽ CPM-ൽ പോലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ വലിയൊരു പിന്തുണ കിട്ടുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ വളരെ പരസ്യമായി തന്നെ ഈ ഇങ്ങനെ ഒരു സംരക്ഷണം അജിത് കുമാറിന് ഒരുക്കുന്നതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കവചം അജിത് കുമാറിന് കിട്ടുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സ്പീക്കർ ഷംസീറാണ് ഒരു പരിധിവരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടത്. ഷംസീർ പറഞ്ഞത് അങ്ങനെ കണ്ടതിൽ എന്തെങ്കിലും തകരാറില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമില്ല, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് ഷംസീർ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ PV അൻവർ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഷംസീറിനുള്ള മറുപടിയാണ്. ഇത് മിത്തോ അഭ്യൂഹമോ അല്ല. ഫോൺ ചോർത്തുന്നു എന്നത് അൻവറിന്റെ ആരോപണമായിരുന്നു, അജിത് കുമാർ ഫോൺ ചോർത്തുന്നു എന്നത്. എന്നാൽ അതൊരു അഭ്യൂഹമാണ് എന്ന കാര്യമാണ് ഷംസീർ പറഞ്ഞത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇത് മിത്തോ അഭ്യൂഹമോ അല്ല. അതായത് മിത്ത് വിവാദം നമുക്കറിയാം, നേരത്തെ ഷംസീർ ചെന്ന് വീണ ഒരു വിവാദമാണ് ഈ ഗണപതിയുമായി ബന്ധപ്പെട്ട് മിത്ത് പരാമർശം നടത്തിയ കാര്യം.
ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷംസീറിന് അൻവർ മറുപടി കൊടുക്കുമ്പോൾ ഷംസീറിനോടുള്ള എതിർപ്പ് കൂടി അൻവർ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിറകോട്ട് പോകാൻ തീർച്ചയായും വി വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വിവാദമായി പോലും ഈ വിഷയം മാറുന്നുണ്ട്. ഇടതു മുന്നണിയിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രി എം.ആർ. അജിത്കുമാറിനെ സംരക്ഷിക്കുന്നതിൽ വലിയ അമർഷം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ പല രീതി വരും ദിവസങ്ങളിൽ പല നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള സാധ്യതയും കൂടി കാണേണ്ടതാണ്. ഇപ്പോൾ എം.ആർ. അജിത്കുമാറിന്റെ മൊഴിയെടുക്കൽ തുടരുന്നു. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത്കുമാറിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.